ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഈസ് യുവേഴ്സ് ട്രിപ്പിംഗ് ഹെഡ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഹംപി ബസാറിന് ഫ്രണ്ടിലാണ്. ഈ കാണുന്നതാണ് ഈ പഴയ ഈ കാണുന്ന മൊത്തമാണ് ഹംപിയുടെ ബസാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാറായി, അപ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. പക്ഷേ ഇതാണ് ഹംപിയുടെ ബസാർ എന്ന് പറഞ്ഞത്. ഇട്ട് വിറ്റിരുന്ന രത്നങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ ഇട്ട് വിറ്റിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നേരെ നമ്മളെ വിരുപക്ഷ ടെമ്പിൾ ഉണ്ടല്ലോ, നേരെ ദൂരത്ത് കാണുന്നതാണ് നമ്മളെ വിരുപക്ഷത്ത് കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിൾ. വിരുപക്ഷ ടെമ്പിളിൻ്റെ കുറച്ച് ആ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് വന്നാലാണ് ഈ ഹംപി ബസാർ വരുന്നത്. ഈ ഹംപി ബസാർ നേരെ കാണുമ്പോൾ ഇവിടെയാണ് ഒരു ചെറിയ സ്റ്റേജ്. ബാക്കിൽ ഇതൊരു ഡാൻസ് ഹാൾ പോലെയാണ് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ മോണോലിത്തിക് ബുള്ളുള്ളത്. അതിൻ്റെ ഇവിടെയാണ് മത്തങ്ങ ഹിൽസ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും സൺസെറ്റ് മത്തങ്ങ ഹിൽസിൽ വെച്ച് കാണാമെന്നുള്ളൊരു വ്യൂ ആയിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമ്മളിപ്പം മത്തങ്ങ ഹിൽസ് കയറും. അതിന് മുന്നേ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് എന്ത് വരുന്നത്, മോണോലിത്തിക് ബുള്ള് വരുന്നത്. ഒറ്റ കല്ലിൽ തീർത്ത ഒരു വലിയ ഒരു കാള, ഒറ്റ കല്ലിൽ തീർത്ത കാള. അപ്പോൾ അതിൻ്റെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇത് നേരിട്ട് കാണുന്നതാ. ഇതാണ് നമ്മളെ മോണോലിത്തിക് ബുള്ള് എന്ന് പറയുന്നത്. മോണോലിത്തിക് ബുൾ ഇവിടെ പൂജയും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞ എഴുതു, പക്ഷേ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. മോണോലിത്തിക് ബിൽഡിംഗ് ഫുൾ പില്ലേഴ്സ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. അല്ല, ഫുൾ പില്ലേഴ്സ് സ്ട്രക്ചേഴ്സാണ്. ഈ സ്ട്രക്ചേഴ്സിന് പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രക്ചേഴ്സും ചുണ്ണാമ്പ് കൊണ്ടോ മറ്റോ കൂട്ടി യോജിക്കപ്പെട്ടല്ല, എല്ലാം ഇൻ്റർലോക്ക് കണക്ഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്ട്രക്ചേഴ്സാണ് മൊത്തം. ഈ ബിൽഡിംഗ് മൊത്തം അല്ല, ഇവിടെ കാണുന്ന വിജയനഗര സാമ്രാജ്യത്തിൽ കാണുന്ന എല്ലാ ബിൽഡിങ്സും എന്താ പറയുക, ഇൻ്റർലോക്ക് കണക്ഷൻസ്, ഓരോ പാറമേ ഓരോ ലോക്ക് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിൽ മൊത്തം ഉള്ളത്. ഇവിടുന്ന് ആ ഹംപി മറ്റേ ടെമ്പിള് വലിയ അടിപൊളി വ്യൂ കേട്ടോ. അവിടെ കാണാം മോണോലിത്തിക് ബുള്ള്, ഇതുപാടെ ഇറ്റല ടെമ്പിള്, അതേപോലെ തന്നെ ജുതാര ടെമ്പിൾ. നമ്മൾ കയറുന്ന ട്രക്ക് എന്ന് പറഞ്ഞത് നേരെ ആ ഒരു മല കയറിയിട്ട് കേട്ടോ. സോ മത്തങ്ങ ഹിൽസ് ട്രക്ക് സ്റ്റാർട്ട്. സോ ഇതാണ് മത്തങ്ങ ഹിൽസ് ട്രക്ക്. നമ്മളിത് അങ്ങനെ കയറി പോകണം. നമുക്കിതാ നമ്മൾ മറ്റേ ആ ടെമ്പിൾ റോഡിലൂടെ കയറിയാലും ട്രക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്നാലും ഇത് പിടിച്ചു പോവാം. മത്തങ്ങ ഹിൽ കയറുമ്പോൾ സൈഡിൽ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കാണട്ടോ, ടെമ്പിൾസ്. ഹംപിയിൽ വരുമ്പോൾ എല്ലായിടത്തും ഇഷ്ടം പോലെ ഈ സംഭവങ്ങളുണ്ടായിരിക്കും. Hey, hey. You from? Yeah, Happy Diwali. Happy Diwali. From Russia. Russia. How long you been here? We live in Goa. One more person. He also come from Goa. Name is Alex. See you in Goa someday. ഊട്ടൊക്കെ എത്തണം കേട്ടോ, ആ ഊട്ടൊക്കെ എത്തണം. എന്നോട് ഇടാൻ പറഞ്ഞേ എന്തോ പൊളി ടെമ്പിളാണ് നോക്ക്. മോനെ ഷൂക്കൊരു ഗ്രിപ്പില്ല കേട്ടോ, നമ്മളെ ഷൂക്കൊരു ഗ്രിപ്പില്ല കേട്ടാ. ഷൂക്കൊരു ഗ്രിപ്പില്ലാത്തതുകൊണ്ട്
Cool. Check reverse. Check reverse. Check reverse. Maybe it's too good. Look only the steps, not too deep. Then you can turn it. Pass the chapels. Okay. Pass the chapels. എന്റെ മോനെ വേറെ ലെവലിട്ടാ. എവിടാ സംഭവം ബോട്ട് സർവീസ് ഉണ്ട്. ഇതാ അവിടുന്ന് അങ്ങോട്ടാണ് പറഞ്ഞ അവിടെ പോയിട്ട് ഇങ്ങോട്ട് കയറണോ നേരെ അവിടെ തന്നെ ഹിപ്പി ഐലൻഡ്. ആ കാണുന്നതാ ആ കാണുന്ന ഹില്ലേ അതാ കാണുന്ന ഒരു വഴിയൊക്കെ കാണുന്ന ബസാറിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നൊക്കെ. ഇതിൻ്റെ മേലെ നിന്നതിനെ ഫുള്ള് കാണട്ടോ. ഇനി മേലെ മൊത്തം കാണാം. ഗായ്സ് നമ്മളിതാ അതിൻ്റെ ടോപ്പിലാട്ടോ. ടോപ്പിൽ എൻ്റെ മോൻ പിന്നെ മോൾ കയറിഞ്ഞ് കാണട്ടും. നമുക്ക് ഇനി മേലെ കയറി പോ. ക്യാൻസൽ ഇട്ടോ തീർന്നാ എൻ്റെ മലയാളി തീരുണ്ടോ മോനെ? സൈഡ് നോക്കി പോരട്ടാ, സീനാണ്. സൈഡ് പോയാ സീനാണ്. എൻ്റെ മോനെ നീ എങ്ങനെയാടാ? അഫ്സലേ ഇനി എടുക്ക വഴി എങ്ങനെ? സീനബിളല്ലോ. എക്സ്പീരിയൻസിൽ ഗൈഡ്സ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അലമ്പടിക്കാൻ പാടില്ല. അങ്ങനെ പോണേ നീ കൂടെ ഇല്ല. ഷൂ സ്ലിപ്പ് ആവണ്ട അവിടെ, മാർബിളല്ലേ. എൻ്റെ മോൻ അവിടെ സൺസെറ്റ് കഴിഞ്ഞുകൊണ്ട് കേട്ടാ, സൺസെറ്റ് കഴിഞ്ഞതുകൊണ്ട്. പൊളി. ഇതാണ് ഹിപ്പി, ഹംപി. ഹിപ്പി അതിനപ്പുറം. ആരാ ഫോട്ടോ ഈ ഗോപ്ര തല വെച്ചിട്ട് എടുക്കുന്നതാണോ? ഒക്കെ എടുക്കണ്ട്, എടുത്തോണ്ടിരിക്കണ്ട്. നോക്കിയേ അവിടെ ആ സൈഡ് മൊത്തമായിട്ട് ആ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെൻട്രൽ സൺസെറ്റ്. പിന്നെ അവിടെ മറ്റേ ഫുള്ള് കല്ലും വരികയാണ്, മറ്റേ പാറയും പരിപാടികളും മൊത്തം അവിടെ. എൻ്റെ അല്ലേ സൺസെറ്റ് മൊത്തം ക്ലൗഡ് കൊണ്ടേടാ, ഫുള്ള് ക്ലൗഡ് ആക്കിയിരിക്കുന്നത്. ക്ലൗഡിനെ ഉണ്ടല്ലോ.
കാറ്റേ കടലേ ഒഴുകുന്ന താളം പൂമണമിതും അനുരാഗാലം പോലെ ഒരു കുഞ്ഞു കാറ്റായിതാ ഒരു കുഞ്ഞു കാറ്റായിതാ കടൽ പെറ്റൊരീ മുത്ത് ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. അയ്യോ ഏതാ സ്ഥാനം, ഒരു രക്ഷയില്ല. ഇത് മലയുടെ വേറെ വ്യൂ കേട്ടോ, എന്ത് രസമല്ലേ, അടിപൊളി.